നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ വെച്ച് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ്ജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരുപാട് വേദനയുണ്ടായി, ഞെട്ടലുണ്ടായി. അപ്പോൾ ആത്മഹത്യയാണോ അതല്ല മറ്റു വല്ല കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ആ ഓഫീസിലെ CCTV നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അത് പോലീസ് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി ബാംഗ്ലൂരിൽ എല്ലാ ബിൽഡർമാരുടെയും ഓഫീസുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലും ഞാൻ മനസ്സിലാക്കുന്നത് ഡിസംബറിൽ ഫസ്റ്റത്തെ റെയ്ഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു മാസമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഫൈനലാക്കുവാനാണ് ഈ ഒരു മാസത്തിന് ശേഷം അവർ വരികയും കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തോട് കൂടുതൽ പേപ്പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാണ്ട് അത് പെട്ടെന്നൊരു ദിവസം വന്ന ഒരു കേസല്ല. ഒരു മാസമായി റെയ്ഡ് നടത്തിയിരിക്കുന്ന ബിൽഡർമാരിൽ ഒരാൾ പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല. റെയ്ഡിനിടയിൽ അവർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകുകയും ചെയ്തു. കാരണം ഇത് ഇൻകം ടാക്സിൻ്റെ റെയ്ഡാണ്. ചിലരെല്ലാം ആദ്യം ഈ ന്യൂസ് വരുന്ന സമയത്ത് EDയുടെ റെയ്ഡാണെന്ന് പറഞ്ഞു. ഇത് EDയുടെ റെയ്ഡല്ല, ഇൻകം ടാക്സിൻ്റെ റെയ്ഡാണ്. അപ്പോൾ ഇൻകം ടാക്സ് അവരോടൊന്നല്ല, ആരോടും ഇപ്പോൾ അന്വേഷണത്തിന് വന്നിട്ട് തെളിവ് തരൂ, നിങ്ങൾക്ക് ഈ പണം ഇവിടുന്ന് കിട്ടി തെളിവ് തരും എന്ന് ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അത് പ്രകാരം എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇദ്ദേഹത്തോട് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. കെട്ടിട നിർമ്മാണ മേഖല എന്ന് പറയുന്നത് ഈ കള്ളപ്പണത്തിൻ്റെ കളിയാണ് എന്ന നിരവധി വാർത്തകൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവ് ലഭിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഇൻകം ടാക്സ് വരുന്നത്. കാരണം റിട്ടേൺ ആയിട്ട് തന്നെ പലരും പല തരത്തിലുള്ള തെളിവും ബിൽഡേഴ്സിനെതിരെ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അത്തരം തെളിവുകൾ ലഭിക്കുന്നതുകൊണ്ടാണ് ഇൻകം ടാക്സർ ഇവിടേക്ക് വന്നത്. അത് സ്വാഭാവികം. ഇൻകം ടാക്സ് ഇദ്ദേഹത്തോട് ചില കടലാസുകൾ ചോദിച്ചപ്പോൾ, പക്ഷേ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തതെന്നുള്ളത് വ്യക്തമല്ല. എത്ര ടാക്സ് വെട്ടിച്ചാലും ആരെയും ഇൻകം ടാക്സോ അല്ലെങ്കിൽ ഇപ്പോൾ ED ആയാലും പിടിച്ച് വിഴുങ്ങൊന്നുമില്ല, പിഴ അടപ്പിക്കും, അത്രയേ ഉള്ളൂ. ഇതിനു മുമ്പും വലിയ കോടീശ്വരന്മാർ പലരും പല സ്ഥലങ്ങളിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിൽ പലരും ഇൻകം ടാക്സ്, ED എന്നിവരെ പേടിച്ചിട്ടല്ല അത് ചെയ്തത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റ് ചില ദുരൂഹ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഇപ്പോൾ ഒരുപാട് കോടികൾ ആസ്തിയുള്ള കപ്പൽ ജോയിഞ്ചി ഗൾഫിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. ഡൽഹിയിൽ ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാണ് ജോർജ് മുത്തൂജി ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹം ചാടി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം മരണങ്ങൾക്ക് പുറകിൽ ഒരിക്കലും ഒരു ED റെയ്ഡോ ഇൻകം ടാക്സോ ഉള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. രാജ്യത്തിന് 10,000 കോടീശ്വരന്മാരായ ബിസിനസ്സുകാരുണ്ട്, സിനിമാക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. ദിവസവും 100 ആദായ നികുതി റെയ്ഡ് ഇന്ത്യ മുഴുവൻ പലരുടെയും വീട്ടിലും ഓഫീസിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതിലെത്രയോ ആളുകളുടെ എത്രയോ കോടികൾ കള്ളപ്പണം പിടിക്കുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും കള്ളപ്പണം വെളുപ്പിച്ച വകയിലും ബിനാമി ഇടപാടായി നിന്നതിൻ്റെയൊക്കെ പേരിൽ ചിലരെയൊക്കെ ജയിലിലും ആക്കുന്നുണ്ട്. സാമ്പത്തിക തിരിമറി പിടിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് ശരിയല്ല. ആരായാലും പിഴ അടച്ചാൽ ഭൂരിഭാഗം സാമ്പത്തിക തട്ടിപ്പിൽ നിന്നും ഊരി വരാം എന്നതാണ് സത്യം. സത്യസന്ധമായാണ് എല്ലാവരും ബിസിനസ് കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ പിന്നെ നമുക്ക് EDനെയോ ഇൻകം ടാക്സിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അഥവാ എന്തെങ്കിലും നിയമം വിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ട്. ഒരിക്കലും സാമ്പത്തിക കുറ്റകൃത്യം പിടിക്കപ്പെട്ടാൽ ആരും നിങ്ങളെ തൂക്കിലേറ്റില്ല. ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇനി ഒരാഴ്ച കാലം ചാകരയും കുറേ പകൽ ചർച്ച, രാത്രി ചർച്ച, സംശയങ്ങളുടെ പുകപടലങ്ങൾ, ഒരല്പം രാഷ്ട്രീയം എല്ലാത്തിനും ചേർക്കുക, വേണമെങ്കിൽ അത്യാവശ്യത്തിന് മതം ചേർക്കുക, അതൊക്കെയാണല്ലോ ഇവിടുത്തെ ഒരു രീതി. എല്ലാം കൂടെ വെച്ച് ഒരാഴ്ച ഈ വാർത്ത കൊടുത്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാം എന്നൊരു ഗുണമുണ്ട്. സിനിമ, രാഷ്ട്രീയം, ചാനലുകാർ എല്ലാവരും ബിസിനസ്സാണല്ലോ. എന്തായാലും മുതലാളിക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോയി എന്നതാണ് സത്യം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പോലീസ് വളരെ ഡീറ്റെയിലായി അന്വേഷിക്കണം, അത് ജനങ്ങളെ അറിയിക്കുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇദ്ദേഹത്തിന് സിനിമാ ബന്ധങ്ങളുമുണ്ട്. അത്യാവശ്യം അറിയപ്പെടുന്നൊരു ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്ത ഒരു നിർമ്മാതാവാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസനോവ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, മേഹൂം മൂസ, അനോമി സിനിമകളുടെ നിർമ്മാതാവാണ്. അതേപോലെ മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഒരു പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും മരിച്ച ആത്മാവിനെ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.